സെപ്റ്റംബർ 22 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. സീമയില്ലാത്ത ശേഖരം ബിഗ് ബുക്കിലെ 130 പേജിൻ്റെ അവസാന ഖണ്ഡികയുടെ ഭാഗമാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിലേക്ക് എത്തിപ്പെടുമ്പോൾ നമ്മൾ ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ ഏകദേശം സഹോദരങ്ങളെ പോലെ പ്രവർത്തിക്കാവുന്ന ഒരു കൂട്ടായ്മയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. നമുക്കവിടെ വലിയ ഒരു ആത്മീയമായ ഒരു മാറ്റം, ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന പൂർണ്ണമായിട്ടുള്ള ആത്മീയ മാറ്റമല്ല എങ്കിൽ പോലും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ആ എല്ലാ മനുഷ്യരെയും, ആൽക്കഹോളിക്കായ മനുഷ്യരെ ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടായ്മ, അവിടെ ഒരു ഭേദവ്യത്യാസങ്ങളും ഇല്ലാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാനും നമ്മളെ കേൾക്കാനും നമ്മളെ മനസ്സിലാക്കാനും പറ്റുന്ന ആളുകളുണ്ട് എന്നറിയുമ്പോൾ വലിയൊരു മാറ്റമാണ്. ഞാൻ മാത്രമല്ല ഇങ്ങനെ, ഞാൻ വിഷമിക്കേണ്ടതില്ല. ഇത്തരം ആളുകളൊക്കെ വർഷങ്ങളായിട്ട് പൂർത്തീകരിച്ചു അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ അറിയും. വലിയൊരു പ്രോഗ്രാമുമുണ്ട് അവിടെ. 12 പടികളുണ്ട് ജീവിതത്തിലേക്ക് പാലിക്കാൻ. ആ പടികളിലൂടെ പോകുന്ന ആളുകളുടെയൊക്കെ സന്തോഷവും സമാധാനവും ഒക്കെ നമ്മൾ കാണുമ്പോൾ എനിക്കും അത്തരം ഒരു അവസ്ഥ വേണമെന്നൊക്കെ നമ്മൾ അറിയും. അപ്പോൾ അവിടെ നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ആ സുഖം നമുക്ക് കിട്ടുമ്പോൾ പലപ്പോഴും നമ്മൾ ആ ഒരു സുഖത്തിലേക്ക് മറന്നു പോവുകയും മദ്യാസക്തി എന്ന രോഗം ആർക്കൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കുഴപ്പങ്ങളെയൊക്കെ നമ്മൾ അറിയാതെ മറന്നുപോകും. കാരണം നമ്മൾ ഇത്തരത്തിൽ പ്രയാസങ്ങൾ മൊത്തം ഉണ്ടാക്കിയത് കുടുംബത്തിലെ, ഇപ്പോൾ ഭാര്യ മോശമായിട്ട് പെരുമാറുന്നുണ്ട്, മക്കളുടെ വഴിതെറ്റിയ ജീവിതം, ഇതിനൊക്കെ കാരണം നമ്മളുടെ കുടിയായിരുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ഇല്ല അത് മറ്റുള്ളവരാണെന്ന് നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെയാണ് നമ്മൾ ഈ ഒരു മാറ്റം ഉണ്ടായി. പൂർണ്ണമായിട്ട് ഞാൻ ഏക്കാരനാണ്, എനിക്ക് മീറ്റിംഗ് വേണം, തീർച്ചയായിട്ടും മീറ്റിങ്ങും എല്ലാം ആവശ്യമാണെങ്കിലും ഞാൻ എൻ്റെ കുടുംബത്തെ പരിഗണിച്ചുകൊണ്ടാണ് അവിടെ ഉണ്ടാവേണ്ടത്. അതോടൊപ്പം തന്നെ കുടുംബത്തെ പരിഗണിക്കുന്നതോടൊപ്പം തന്നെ മറ്റു മനുഷ്യരെയും എങ്ങനെ പരിഗണിക്കണം, അവരുമായിട്ട് എങ്ങനെ ഒത്തുപോകണമെന്ന് പഠിപ്പിക്കുന്നത് പോലും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിങ്ങുകളാണ്. അവിടെയാണ് പറയുന്നത്, നമുക്ക് വലിയ സന്തോഷം കിട്ടുമ്പോൾ ആ സന്തോഷം നിലനിന്ന് പോകാനായിട്ട് ആ സ്വർണത്തേക്കാൾ വലിയ ഒരു നിധി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ശേഖരം തീർച്ചയായിട്ടും അറ്റമില്ലാതെ ഉള്ള ശേഖരമാണ്. എത്ര എടുത്താലും കഴിയാത്തത് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ ആത്മീയത. പക്ഷെ ആ ആത്മീയത നമ്മളിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. അത് നമ്മിൽ തന്നെയുള്ള ശ്രദ്ധാകേന്ദ്രീകരണം കുറയ്ക്കുക എന്നത് തന്നെയാണ്. നമ്മിൽ തന്നെയുള്ള ശ്രദ്ധാകേന്ദ്രീകരണം കുറയ്ക്കുക, നമ്മുടെ സ്വാർത്ഥതയെ തിരിച്ചറിയുക, എല്ലാം നമ്മളിലൂടെയാണ്, നമ്മളാണ് ഇതിൻ്റെയൊക്കെ ഡയറക്ടർ, നമ്മൾ വിചാരിച്ച പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന ആ ചിന്ത നമ്മൾ മാറ്റാൻ തയ്യാറാവുമ്പോഴാണ് നമുക്ക് മാറ്റം ഉണ്ടാവുക. അതോടൊപ്പം തന്നെ മറ്റാളുകളെ, നമ്മുടെ ഒപ്പമുള്ള ആളുകൾ, പുതുതായിട്ട് കടന്നു വരുന്ന ആളുകൾ, പല രീതിയിലും വീണ്ടും വീണ്ടും കുടിച്ചു പോകുന്ന ആളുകൾ, ഇവരെയൊക്കെ നമ്മൾ പരിഗണിക്കുകയും അവരെ എല്ലാം ചേർത്ത് പിടിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ അവരെ വലിയ ഉപദേശങ്ങൾ കൊടുത്തിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ അവരുടെ ഇൻവെൻ്ററികൾ എടുത്തിട്ടോ എന്തിനാ കുടിച്ച്, എങ്ങനെയാ കുടിച്ച്, ഇതൊന്നും ഏടെ രീതിയല്ല. അതേപോലെ നമ്മൾ അവർ കുടിച്ചു പോയതിന് നമുക്ക് വിഷമമുണ്ടെങ്കിൽ പോലും അവരന്ന് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ അവരെ പറയുക, അത് പൊതുജന മധ്യത്തിൽ അല്ലെങ്കിൽ ഇടയിൽ വെച്ച് നാട്ടിക്കുക, ഇതൊന്നും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ 12-ാം പടിയുടെ രീതിയല്ല. കുടിച്ചു വരുന്ന ഒരാൾ എടുക്കേണ്ട ഇൻവെൻ്ററി നമ്മളല്ല. നമ്മൾ ഞങ്ങളുടെ സ്പോൺസർ ആയിക്കോട്ടെ, നമ്മുടെ സുഹൃത്തായിക്കോട്ടെ, ഒന്നും നമ്മുടെ ഉത്തരവാദിത്തമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആത്മീയതയിലാണെങ്കിൽ നമ്മളത് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ആത്മീയതയിലേക്കാണ്. നമുക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്നോട് പറഞ്ഞു, മറ്റു മനുഷ്യരെ വിലയിരുത്താനോ അവരെ വിധിക്കാനോ അവരുടെ ഇൻവെൻ്ററി എടുക്കാനോ ഒന്നും നീ നിൽക്കേണ്ടതില്ല. സീമയില്ലാത്ത ആത്മീയതയുടെ ശേഖരം അത് മറ്റുള്ളവർക്ക് കൊടുക്കുക, മറ്റുള്ളവരെ പരിഗണിക്കുക. നിനക്കിപ്പോൾ അവരെ ഇഷ്ടമല്ല, അവർ വീണ്ടും വീണ്ടും റിലാപ്സ് സംഭവിച്ച് കൂട്ടായ്മയിൽ ഇങ്ങനെ കയറി കളിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ എന്താ ചെയ്യാൻ പറ്റും? ഞാൻ എൻ്റെ അനുഭവം പറയുക, മീറ്റിങ്ങിൽ നിന്ന് പോവുക, എനിക്ക് അവരുമായിട്ട് കൂടുതൽ നേരം സംസാരിക്കാൻ വല്ല വേണ്ട. പക്ഷെ നമ്മൾ അവരെ വിലയിരുത്താനോ അവരുടെ കുടിയുടെ കാരണങ്ങൾ പറയാനോ, അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അവരെക്കാൾ ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള തോന്നൽ വരും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ കുടിക്കാതെ ആയത് വലിയ സംഭവമല്ല എന്ന് തന്നെയാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ആ നിധി തന്നെ കെട്ടിപ്പിടിച്ചിരിക്കാൻ ഞാൻ ശ്രമിച്ചത് കൊണ്ട് കാര്യമില്ല. അളവില്ലാത്ത തോതിലും ഇനിയുള്ള കാലം ഞാൻ അന്വേഷിച്ചു ചെല്ലേണ്ടതുണ്ട്. ആ അന്വേഷണത്തിൽ നിന്ന് ലഭിക്കുന്നതൊക്കെ മറ്റുള്ളവർക്കായി നൽകിക്കൊണ്ടിരിക്കണം. എന്ത് നൽകിക്കൊണ്ടിരിക്കണം? ഞാൻ ആദ്യമായിട്ട് കരുതുന്നത്, ഞാൻ സുബോധവാനായി ഈ സുബോധം കൊടുക്കണം, ഉപദേശം കൊടുത്തുകൊണ്ട് നിർത്താം. അല്ലെങ്കിൽ ആളുകൾക്ക് എങ്ങനെ സുബോധവാനായി, ഒരു ഉപദേശമല്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മ തുടങ്ങിയത് തന്നെ
ബിൽ വിൽസൺ ഡോക്ടർ ബോബിനോട് ഉപദേശം കൊടുത്തുകൊണ്ടായിരുന്നില്ല. താൻ എങ്ങനെയായിരുന്നു, തനിക്ക് എന്താ സംഭവിച്ചത്, ഇപ്പം താൻ എങ്ങനെയാണ് കുടിക്കാതിരിക്കുന്നത് എന്ന് വളരെ രസകരമായി തൻ്റെ അനുഭവങ്ങൾ പറയുകയായിരുന്നു. അദ്ദേഹത്തിനോട് മതപരമായ ഉപദേശം കൊടുത്തില്ല, അദ്ദേഹത്തിന് മെഡിക്കൽ പരമായിട്ടുള്ള ഉപദേശം കൊടുക്കാൻ ബില്ലിന് യോഗ്യത ഉണ്ടായിരുന്നില്ല, കാരണം ബോബ് ഡോക്ടറായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മ വളർന്നു വന്നത്. പിന്നീട് വരുന്ന ഓരോ ആളുകളെയും അവരെ ഉപദേശിക്കാനോ അവരെയൊക്കെ വിലയിരുത്താനോ ജഡ്ജ് ചെയ്യാനോ പഴമക്കാർ തയ്യാറായിരുന്നില്ല. അത് തന്നെയായിരുന്നു കൂട്ടായ്മയുടെ നിലനിൽപ്പും. ഈ കൂട്ടായ്മയുടെ നിലനിൽപ്പിനും ഈ ബിഗ് ബുക്ക് ഇറങ്ങുന്നതിനും കാരണക്കാരായ ആള് മദ്യത്തിലേക്ക് വീണ് പോയിട്ടുണ്ട്, പ്രശ്നങ്ങളിലേക്ക് പെട്ടിട്ടുണ്ട്. അവിടെയും അദ്ദേഹത്തോട് നീ അത് പറഞ്ഞതല്ലേ, നീ ഇങ്ങനെ പറഞ്ഞതല്ലേ, നിനക്ക് ഇന്ന കാരണം കൊണ്ടാണ്, നീ ഇന്ന രീതിയിൽ പോയത് കൊണ്ടാണ്. ഇതൊന്നും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ രീതികളേ ആയിരുന്നില്ല. നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്, നമ്മൾ എങ്ങനെ കുടിക്കാതിരിക്കുന്നു. പലപ്പോഴും മദ്യാസക്തി എന്ന് പറയുന്ന രോഗം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന രോഗമാണ്, മറവി ഉണ്ടാക്കുന്ന രോഗമാണെന്ന് പഴമക്കാർ പറയാറുണ്ട്. കുറേ കാലം കുടിക്കാതിരിക്കുമ്പോൾ ആളുകൾക്ക് പലപ്പോഴും ഒന്നാമത്തെ പടിയിൽ നിന്ന് നമ്മൾ തെന്നി മാറിക്കൊണ്ട് നമുക്ക് നിയന്ത്രിച്ച് മദ്യം കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്ത കടന്നു വരുന്നതിൻ്റെ കാരണം നമ്മളിത് മറന്നുപോകും. നമ്മൾ ചെയ്ത കാര്യങ്ങളിലൊക്കെ നമുക്ക് അഹങ്കാരം ഉണ്ടാവുന്നതുകൊണ്ടാണ് കുടിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കുടിക്കാതിരിക്കുക എന്ന് കരുതുക, പക്ഷേ അവിടെയും നമുക്കുണ്ടാവുന്ന വേറൊരു അഹങ്കാരം, ഈ സീമയില്ലാത്ത ശേഖരം നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. നമുക്ക് തോന്നും അങ്ങനെ ലഭിച്ചു പോകുന്നത്, പക്ഷെ നമുക്കൊരു ആത്മീയത ഉണ്ടാവില്ല. ആത്മീയത ആത്മത്തിലേക്ക് അപരനെ ഉൾക്കൊള്ളുകയാണ്. എങ്ങനെയാണ് അപരനെ ഉൾക്കൊള്ളുന്നത്? ഞാൻ അപരനെ എന്നെപ്പോലെ മാറ്റി തീർത്തുകൊണ്ടല്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 2-ാം പടി എന്നോട് പറഞ്ഞു, മറ്റു മനുഷ്യരെ അവരെങ്ങനെയാണോ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ. അതായിരുന്നു അയാളുടെ ആത്മീയത. ആ രീതിയിൽ അവരെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പം എന്താണ് മറ്റുള്ളവർക്കാണ് കൊടുക്കേണ്ടത്? മറ്റുള്ളവരോടുള്ള പരിഗണന, അവരോടുള്ള സ്നേഹം, അവരെ മനസ്സിലാക്കാനുള്ള തയ്യാറെടുപ്പ്. ഇനി ഒരു കാര്യം എനിക്ക് വേറൊന്നും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന വലിയൊരു സഹായം എന്തറിയോ? ആവശ്യമില്ലാത്ത ഉപദേശം കൊടുക്കുക. ഏതെങ്കിലും ഒരു കാര്യം നിർത്തി എന്ന് പറഞ്ഞിട്ട് വലിയ വായിൽ ഉപദേശം കൊടുക്കാതിരിക്കുക, വീണ് കിടക്കുന്ന ആൾക്കാരുടെ ഇൻവെൻട്രികൾ എടുക്കുക, അവരെക്കുറിച്ച് അവർ പറഞ്ഞ കാര്യങ്ങൾ പറയാതിരിക്കുക, അപവാദ പ്രചരണങ്ങൾക്ക് നിൽക്കാതിരിക്കുക, പരദൂഷണം കുറയ്ക്കുക. ഇതൊക്കെ ചെയ്താൽ തന്നെ തീർച്ചയായിട്ടും ഉപയോഗമാണ്. അതിൻ്റെ സ്വഭാവ ദൂഷ്യമാണ്, എൻ്റെ കുഴപ്പങ്ങളാണ്, അത് ഞാൻ മാറ്റേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് സീമയില്ലാത്ത ശേഖരത്തിൽ നിന്ന് എനിക്ക് ഇനിയും കിട്ടിക്കൊണ്ടിരിക്കേണ്ട ആ ഒരു സന്തോഷം അത് നിലനിൽക്കുന്നതും തീർച്ചയായിട്ടും തുടർച്ചയായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോകേണ്ട ഒന്നാണ് എന്ന് വളരെ കൃത്യമായ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ഡെയിലി ഫ്രഷ്. നമുക്ക് ഒരുമിച്ചുകൊണ്ട് ഏവരും തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.